നമസ്കാരം. പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർധനവില്ല എന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. അധിക ബാധ്യത ഉപഭോക്താക്കൾ പേറേണ്ടി വരില്ല എന്ന് മന്ത്രി 24-നോട് പറഞ്ഞു. വേനൽക്കാലത്തെ കമ്മി പരിഹരിക്കാൻ യൂണിറ്റിന് 9.50 രൂപ നൽകി വൈദ്യുതി വാങ്ങാൻ തയ്യാറെടുക്കുകയാണ്. അധികം വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയിരുന്നുവെന്നും കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. മറ്റൊരു കാര്യം, നമ്മുടെ ഒപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഈ വേനൽക്കാലത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ നമ്മൾ 9.50 പൈസ നൽകി വൈദ്യുതി വാങ്ങാൻ അനുമതി നൽകിയിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ സാധാരണക്കാരായ ആളുകളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? നിരക്ക് വർദ്ധിക്കാൻ നിരക്ക് വർദ്ധിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചോദിക്കണം, 9.5 രൂപ കൊടുത്ത് വൈദ്യുതി വാങ്ങിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നിരക്കിൽ ഉൾപ്പെടുത്തേണ്ടി വരില്ലേ? 15 റുപ്യ വരെ അതൊക്കെ നിരക്ക് നോക്കിയിട്ടാണ് പീക്ക് അവറിലുള്ളത് കണക്കാക്കിയിട്ടാണ് ഇപ്പോൾ നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. ഇനിയും ഇതിൽ കൂടുതൽ വന്നാൽ മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ. ഇപ്പോഴത്തെ വരില്ല. മറ്റൊരു കാര്യം, നമ്മുടെ ഒപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഈ വേനൽക്കാലത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ നമ്മൾ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി 24-നോട് വ്യക്തമാക്കി. മാറി നിന്നാലേ പുതിയ ആളുകൾക്ക് അവസരം ലഭിക്കുകയുള്ളൂ. താൻ മാറി നിന്നാലും ചിറ്റൂർ മണ്ഡലത്തിൽ നിന്ന് LDF സ്ഥാനാർത്ഥി വിജയിക്കും. മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ തൃപ്തരാണെന്നും കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ വരാൻ പോവുകയാണ്. അങ്ങ് ആ മേഖല, ചിറ്റൂർ മേഖലയിൽ അങ്ങേക്കുള്ള സ്വാധീനമൊക്കെ നമുക്കറിയാം. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങ് മത്സര രംഗത്തുണ്ടാവുമോ? റിട്ടയർ ചെയ്തല്ലേ മറ്റുള്ളവർക്കൊരു അവസരം ഉണ്ടാക്കി കൊടുക്കണ്ടേ നമ്മൾ? അതാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം. നമ്മൾ തന്നെ അത് കൈവച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. പുതിയ ചെറുപ്പക്കാർക്ക് പുതിയ രീതിയിലുള്ള നമ്മൾ ഉപദേശങ്ങളൊക്കെ കൊടുത്ത് അവരെ വളർത്തിയെടുക്കണ്ടേ? അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാറിക്കഴിഞ്ഞാലും അവിടെ വിജയസാധ്യതയുണ്ടോ? വിജയസാധ്യതയുണ്ട്. നമ്മൾ ഏറ്റവും നല്ല വികസന പ്രവർത്തനം ഏകദേശം 3035 കോടി രൂപയുടെ വികസനം ആ നിയോജകമണ്ഡലത്തിൽ മാത്രം ചെയ്തിട്ടുണ്ട്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. നിഖിൽ, വിവിധ വിഷയങ്ങളിൽ വൈദ്യുതി മന്ത്രി നിഖിലിനോട് സംസാരിച്ചിരുന്നു. ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ്, അതുകൊണ്ട് തന്നെ ഇനിയൊരു വൈദ്യുതി നിരക്ക് വർധന ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. നിരക്ക് വർധനയുടെ കാര്യത്തിൽ മന്ത്രി സൂചിപ്പിക്കുന്നത് എന്താണ്? ഒപ്പം തന്നെ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നുള്ള രാഷ്ട്രീയ തീരുമാനം കൂടി കെ കൃഷ്ണൻകുട്ടി വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ കൂടി നിഖിൽ. രജിത്ത്, രണ്ട് കാര്യങ്ങളിലാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി മനസ്സ് തുറന്നത്. ഒന്ന്, സ്വാഭാവികമായിട്ടും വേനൽക്കാലത്തെ കമ്മി പരിഹരിക്കാൻ KCB 9.5 രൂപ കൊടുത്ത് അധിക വൈദ്യുതി വാങ്ങാൻ തയ്യാറെടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം റെഗുലേറ്ററി കമ്മീഷൻ അതിനുള്ള അനുമതിയും നൽകിയിരുന്നു. ഈ സാഹചര്യത്തിൽ വൈദ്യുതി നിരക്ക് ഉയർന്നേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അത്തരമൊരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പീക്ക് ഹവറുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് അതിനൊരു ഇളവ് ഏർപ്പെടുത്തുന്ന തരത്തിലേക്ക് അധിക ഭാരം സാധാരണക്കാർ പേറേണ്ടി വരില്ല എന്നാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത്. ഇതൊരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിൽ വെക്കണം. അതുകൊണ്ട് തന്നെ ഇനി നിരക്ക് വർധന ഇനി ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് 9.5 നിരക്ക് അധികം നൽകി 9.5 രൂപ അധികം നൽകി വൈദ്യുതി വാങ്ങുമ്പോഴും അവിടെ നിരക്ക് വർധന ഉണ്ടാകില്ല എന്നുള്ള സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം മന്ത്രി വ്യക്തമാക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് റെഗുലേറ്ററി കമ്മീഷൻ KCBക്ക് ഇതുമായി ബന്ധപ്പെട്ട അനുമതി നൽകിയത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇനി വേനൽക്കാലത്തെ കമ്മി പരിഹരിക്കാൻ വേണ്ടി അധിക തുക നൽകി വൈദ്യുതി വാങ്ങും. അതൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് നിരക്ക് വർദ്ധിക്കില്ല എന്നുള്ളത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ടും ആരൊക്കെ മത്സരിക്കും, ആർക്കൊക്കെ സീറ്റ് ലഭിക്കും തുടങ്ങിയ ചർച്ചകളൊക്കെ സജീവമായി ഉയരുന്നുണ്ട്. ചിറ്റൂരിൽ നമുക്കറിയാം ഒരു കടുത്ത രാഷ്ട്രീയ പോരാട്ടം ഇത്തവണ നടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോഴാണ് കെ കൃഷ്ണൻകുട്ടി ഇനി മത്സരിക്കുമോ എന്നുള്ള ചോദ്യം നമ്മൾ ഉന്നയിച്ചത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ മേഖലയിലുള്ള സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. കഴിഞ്ഞ തവണ കോൺഗ്രസിൽ നിന്നുള്ള സുമേഷ് അച്യുതനാണ് മത്സരിച്ചത്. സുമേഷ് അച്യുതൻ പരാജയപ്പെടുകയും കെ കൃഷ്ണൻകുട്ടി വിജയിക്കുകയും ചെയ്തു. ഏതാണ്ട് 50% പരം വോട്ട് അദ്ദേഹത്തിന് ലഭ്യമായിരുന്നു. എന്തായാലും ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാനില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് അദ്ദേഹം. മറ്റുള്ളവർക്ക്, തങ്ങളെപ്പോലെ നിലവിലുള്ളവർ മാറി നിന്നാലേ ഇനി മറ്റുള്ളവർക്ക് അവസരം ലഭിക്കും. അതുകൊണ്ട് തന്നെ ഇനി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ താൻ ഉണ്ടാകില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ സംസ്ഥാനത്ത് വൈദ്യുതി നിരക്കിൽ വർധനവുണ്ടാവില്ല എന്നുള്ള കാര്യവും മന്ത്രി വിശദീകരിക്കുന്നുണ്ട്. നിഖിൽ പ്രമേഷ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. 24 ബിഗ് ബ്രേക്കിംഗ്. ഓപ്പറേഷൻ നങ്കൂറിൽ കേരളത്തിൽ നിന്ന് പിടിച്ചത് അനധികൃതമായി കടത്തിയ വാഹനങ്ങളെന്ന് ഭൂട്ടാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി. മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ അനുമതിയുള്ളത് ഭൂട്ടാനിൽ രജിസ്ട്രേഷൻ റദ്ദാക്കിയ വാഹനങ്ങൾക്ക് മാത്രമാണ്. SUV ലക്ഷറി വാഹനങ്ങൾ ഡീരജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നും സ്ഥിരീകരണമുണ്ട്. വാഹനക്കടത്ത് അന്വേഷിക്കുമെന്നാണ് ഭൂട്ടാൻ റവന്യൂ കസ്റ്റംസ് വകുപ്പിന്റെ പ്രതികരണം. ആദ്യമായാണ് വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് ഭൂട്ടാൻ സർക്കാരിന്റെ പ്രതികരണം.
ഭൂട്ടാനിലുള്ള വാഹനം ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതിന് നിയമപ്രശ്നങ്ങളില്ല. പക്ഷേ നടപടിക്രമങ്ങൾ പാലിക്കണം. ഭൂട്ടാൻ പൗരന്റെ വാഹനം ഇന്ത്യയിലെത്തിക്കുന്നതിന് മുൻപ് ഭൂട്ടാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയിൽ രജിസ്ട്രേഷൻ റദ്ദാക്കണം. അതിനുശേഷം NOC നൽകും. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇന്ത്യയിലേക്ക് വാഹനങ്ങൾ എത്തിക്കാനാകൂ. എന്നാൽ ഇതുവരെ ഭൂട്ടാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയിൽ SUV ലക്ഷറി വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കിയിട്ടില്ലെന്നാണ് കണ്ടെത്തൽ. അതിനാൽ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ള SUV വാഹനങ്ങൾ അനധികൃതമായി എത്തിച്ചതാണെന്ന് ഭൂട്ടാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി സംശയിക്കുന്നു. വാഹനങ്ങൾ എങ്ങനെ ഇന്ത്യയിലെത്തിയെന്നതിൽ ഭൂട്ടാൻ റവന്യൂ കസ്റ്റംസ് വിഭാഗം അന്വേഷണം നടത്തും. ഇന്ത്യൻ കസ്റ്റംസ് വിവരം കൈമാറിയാൽ വാഹനങ്ങളുടെ ഫസ്റ്റ് ഓണർമാരെ കണ്ടെത്താൻ സാധിക്കുമെന്നും ഭൂട്ടാൻ കസ്റ്റംസ് വിഭാഗം അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ കസ്റ്റംസ് വിഭാഗം ഇതുവരെ ഈ വിഷയത്തിൽ ഔദ്യോഗിക പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. 24 കൊച്ചി. ശബരിമലയിലെ സ്വർണ്ണപ്പാളി സ്വർണ്ണപീഠ വിവാദത്തിൽ കടുത്ത നടപടിയുമായി ഹൈക്കോടതി. ദേവസ്വം സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തി കണക്കെടുക്കാൻ റിട്ടയർഡ് ജില്ലാ ജഡ്ജിയെ ചുമതലപ്പെടുത്താൻ കോടതി ഉത്തരവിട്ടു. രജിസ്റ്ററുകൾ കൃത്യമായി സൂക്ഷിക്കാത്തതിൽ ദേവസ്വം ബെഞ്ച് കടുത്ത അതൃപ്തിയാണ് രേഖപ്പെടുത്തിയത്. സന്നിധാനത്ത് തിരികെ എത്തിച്ച സ്വർണ്ണപ്പാളി ദ്വാരപാലക ശില്പത്തിൽ സ്ഥാപിക്കാൻ കോടതി അനുമതി നൽകിയിട്ടുണ്ട്. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് സ്വർണ്ണപീഠങ്ങൾ കണ്ടെത്തിയത് ഗുരുതര വീഴ്ചയെന്ന് ഹൈക്കോടതി. രഹസ്യ സ്വഭാവം പാലിച്ച് വിശദമായ അന്വേഷണം നടത്താൻ ചീഫ് വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസർക്ക് നിർദ്ദേശം നൽകി. ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ചകളും പരിശോധിക്കണം. ശബരിമല സ്ട്രോങ് റൂമിലെ രജിസ്റ്ററുകൾ സൂക്ഷിക്കാത്തതിലും കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയുടെ വിവരങ്ങൾ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിന് പിന്നാലെയാണ് സ്ട്രോങ് റൂം തുറന്ന് റിട്ടയർഡ് ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്താൻ കോടതി ഉത്തരവിട്ടത്. സ്ട്രോങ് റൂമിലെ സ്വർണ്ണമടക്കമുള്ള വസ്തുക്കളുടെ മൂല്യം തിട്ടപ്പെടുത്തി കണക്ക് നൽകാനാണ് നിർദ്ദേശം. ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി തിരികെ എത്തിച്ച ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ ശ്രീകോവിലിന് മുന്നിൽ പുനഃസ്ഥാപിക്കാൻ ഹൈക്കോടതി അനുമതി നൽകി. ശ്രീകോവിലിന്റെ വാതിൽ അറ്റകുറ്റപ്പണി നടത്താനും അനുമതിയുണ്ട്. എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മേൽനോട്ടത്തിൽ വേണം നിർമ്മാണ പ്രവർത്തനങ്ങൾ. 24 കൊച്ചി. ശബരിമലയിലെ സ്വർണ്ണപീഠം കാണാതായതുമായി ബന്ധപ്പെട്ട ദുരൂഹത മാറുന്നില്ല. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഗൂഢാലോചന ആരോപിച്ച് ദേവസ്വം മന്ത്രി VN വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും രംഗത്ത് വന്നു. ദുരുദ്ദേശമില്ല എന്നും വീഴ്ചയുണ്ടെങ്കിൽ ഉൾക്കൊള്ളുമെന്നുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ കാണാതായ പീഠം പരാതി നൽകിയ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവീട്ടിൽ നിന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സംഭവത്തിൽ ഗൂഢാലോചന നടന്നെന്ന സംശയം ദേവസ്വം മന്ത്രി VN വാസവനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും ഉയർത്തിയത്. സ്പോൺസർ എല്ലാവരും വിഡ്ഢികളാക്കിയെന്ന് മന്ത്രി. ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന രൂപത്തിൽ പരാതിയായി വരികയും അതിനുശേഷം അവിടെ നാടകം കളിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ പിന്നിൽ ആസൂത്രിതമായൊരു നീക്കമുണ്ടോ, ഒരു ഗൂഢാലോചന ഉണ്ടോ എന്ന് സ്വാഭാവികമായി നമുക്ക് സംശയിക്കേണ്ടി വരും. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പകിട്ട് കളയാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചന എന്നാണ് PS പ്രശാന്തിന്റെ ആരോപണം. തന്നെ മോഷ്ടാവാക്കിയതിൽ സമാധാനം പറയണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇത് വച്ചിട്ട് എന്തിനാണ് ദേവസ്വം ബോർഡിനെ പഴിചാരിയത്? ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പകിട്ട് കളയുന്നതിന് വേണ്ടി ഇയാൾ കരുതിക്കുട്ടി ചെയ്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഇയാൾ പറയേണ്ട കാര്യമുണ്ട്, അതിൽ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ളതാണ് എന്റെ ആക്ഷേപം. സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം നടക്കട്ടെ എന്നായിരുന്നു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ പ്രതികരണം. എന്നാൽ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി. വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിശദീകരണം ഇങ്ങനെ. എന്റെ സുഹൃത്ത് വാസുദേവൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് ഫിറ്റ് ചെയ്തത്. ഫിറ്റ് ചെയ്തപ്പോൾ അതിന് മാച്ച് കറക്റ്റ് വന്നില്ല. അന്ന് അത് റിപ്പയർ ചെയ്യാനായിട്ട് അയാളുടെ കയ്യിൽ തന്നെ കൊടുത്തുവിട്ടു. അത് വീട്ടിൽ തന്നെ സൂക്ഷിച്ചിരുന്നു. അതൊരു ദുരുദ്ദേശപരമായിട്ടായിരുന്നില്ല. കൊറോണ രൂക്ഷമായതുകൊണ്ടും പിന്നെ ദേവസ്വം ബോർഡ് ഇങ്ങോട്ട് ആവശ്യപ്പെടാത്തത് കൊണ്ടും പിന്നെ അതിനെക്കുറിച്ച് ഞാനും ചിന്തിച്ചില്ല. ഈ മാസം 25-നാണ് സ്വർണ്ണപീഠം വീട്ടിലെത്തിച്ചതെന്ന് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരി മിനി ദേവി 24നോട് പറഞ്ഞു. എന്താണ് സംഭവമെന്ന് അറിയില്ലായിരുന്നു. സീൽ ചെയ്ത ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നു, ഷീൽഡാണെന്ന് പറഞ്ഞു. സാധാരണ അമ്പലത്തിലേക്കൊക്കെ ഉള്ളതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കും, വരുന്നവരാരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോകും. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് ദേവസ്വം വിജിലൻസിന്റെ തീരുമാനം. 24 പത്തനംതിട്ട. ഇപ്പോൾ പുറത്തു വരുന്നൊരു വിവരം കൂടി പ്രേക്ഷകരെ അറിയിക്കാം. മറ്റ് രാജ്യങ്ങളിൽ നിർമ്മിച്ച സിനിമകൾക്ക് 100% താരിഫ് ചുമത്തുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സിനിമ ആദ്യമുണ്ടായത് അമേരിക്കയിലാണ്, മറ്റ് രാജ്യങ്ങൾ അത് അനുകരിച്ചു എന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ MVD വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് വേദിയിൽ നിന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഇറങ്ങിപ്പോയി. പരിപാടി സംഘടിപ്പിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വലിയ വീഴ്ച സംഭവിച്ചുവെന്നും പരിപാടി റദ്ദാക്കിയെന്നും മന്ത്രി തുറന്നടിച്ചു. ഗതാഗത വകുപ്പിന്റെ 52 വാഹനങ്ങൾ കനകക്കുന്ന് കൊട്ടാരത്തിന്റെ മുറ്റത്ത് നിർത്തിയിട്ട മനോഹരമായി ഫ്ളാഗ് ഓഫ് പരിപാടി സംഘടിപ്പിക്കണമെന്നായിരുന്നു മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം. എന്നാൽ ഉദ്യോഗസ്ഥർ ഇത് പാലിക്കാതെ റോഡിൽ വേദിയൊരുക്കി. ചടങ്ങിനെത്തിയപ്പോൾ തന്നെ രോഷാകുലനായ മന്ത്രി ഉദ്യോഗസ്ഥരെ രൂക്ഷമായി വിമർശിച്ചു. പിന്നാലെ തിടുക്കപ്പെട്ട വാഹനങ്ങൾ കൊട്ടാരമുറ്റത്തേക്ക് എത്തിക്കാൻ തുടങ്ങിയെങ്കിലും സമയം വൈകി.
പിന്നാലെ പരിപാടി റദ്ദാക്കുന്നതായി അറിയിച്ച മന്ത്രി ഇറങ്ങിപ്പോയി. മാധ്യമപ്രവർത്തകരടക്കം എല്ലാവരും ക്ഷമിക്കണം, ബഹുമാനപ്പെട്ട MLA ക്ഷമിക്കണം. ഈ പരിപാടി റദ്ദാക്കിയിരിക്കുന്നു. കാരണം ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ അപാകത സംഭവിച്ചിട്ടുണ്ട്. കേരള സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ച് 52 വാഹനങ്ങൾ വാങ്ങുകയും അത് കൃത്യമായി ഈ കനകക്കുന്ന് കൊട്ടാരത്തിന്റെ മുറ്റത്ത് നിരത്തിയിട്ട് അത് വെച്ച് മനോഹരമായി പ്രോഗ്രാം നടത്തണം എന്ന നിർദ്ദേശം നൽകിയിരുന്നു. ഉദ്യോഗസ്ഥൻ അതിന് യാതൊരു ഉത്തരവാദിത്വം കാണിച്ചില്ല. മാത്രമല്ല, ഈ ചടങ്ങിലേക്ക് വന്നിരിക്കുന്നത് എന്റെ പാർട്ടിക്കാരും എന്റെ പേഴ്സണൽ സ്റ്റാഫും KSRTCയിലെ ജീവനക്കാരും മാത്രമാണ്. ഒരാളെ പുറത്തുനിന്ന് വിളിക്കുകയോ ഈ പരിപാടിക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യാത്തതുകൊണ്ട് ഉദ്യോഗസ്ഥന്റെ പേരിൽ നാളെ നടപടിയെടുക്കും. ഈ പരിപാടി ദയവ് ചെയ്ത് ക്ഷമിക്കണം, ഈ പരിപാടി ഇവിടെ റദ്ദാക്കുകയാണ്. വേദിയിൽ ആളില്ലാതിരുന്നതും മന്ത്രിയെ ചൊടിപ്പിച്ചു. കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മന്ത്രി. ഇതിന്റെ മുറ്റത്ത് വണ്ടി കയറ്റിയിട്ടാൽ ടൈൽസ് പൊട്ടും എന്നൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ആ ഉദ്യോഗസ്ഥൻ ആരാണ്? കാരണം കാറ് കയറ്റിയിട്ട പൊട്ടുന്ന ടൈൽസ് അല്ല ഇട്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ബന്ധപ്പെട്ട മന്ത്രിക്ക് ഞാൻ കത്ത് കൊടുക്കും. എല്ലാവരും ക്ഷമിക്കണം, ഈ പരിപാടി ഇവിടെ റദ്ദാക്കുകയാണ്. ഇത് ഞാനിവിടെ എല്ലാ വണ്ടിയും നിരത്തിയിടണം എന്ന് പ്രത്യേക നിർദ്ദേശം വണ്ടി വരുന്നതിന് മുമ്പ് തന്നെ നൽകിയിരുന്നു. അതുകൊണ്ട് മറ്റൊരു ദിവസം ഈ പരിപാടി മാറ്റിവെക്കുകയാണ്. എല്ലാവരും ക്ഷമിക്കണം. ഒരിക്കൽ കൂടി ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്. ചടങ്ങ് മറ്റൊരു ദിവസം നടത്തുമെന്ന് ഗതാഗത മന്ത്രി അറിയിച്ചു. അതുവരെ വാഹനങ്ങൾ യാർഡിലേക്ക് മാറ്റാനും നിർദ്ദേശം നൽകി. 24 തിരുവനന്തപുരം. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് പുറത്തു വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടി പ്രേക്ഷകരെ അറിയിക്കാം. അത് കണ്ണൂർ ഡിപ്പോയിൽ യാത്രക്കാരെ പെരുവഴിയിൽ നിർത്തി KSRTC എന്നുള്ളതാണ്. ഓടാത്ത ബസ്സിന് ഓൺലൈൻ ബുക്കിംഗ് എന്ന വാർത്തയാണ് വരുന്നത്. ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്രക്കാർക്ക് ഇപ്പോൾ പോകാൻ ബസ്സില്ല. സ്വിഫ്റ്റ് AC ബസ് ബുക്ക് ചെയ്തവർ കണ്ണൂർ ഡിപ്പോയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. 7:15 തിരുവനന്തപുരത്തേക്ക് പുറപ്പെടേണ്ട ബസ് ഇല്ല എന്നറിയിച്ചത് യാത്രക്കാർ ഡിപ്പോയിൽ എത്തിയപ്പോഴാണ്. പകരം സംവിധാനം ഒരുക്കും എന്നുള്ള വിശദീകരണം കൂടി KSRTCയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. എന്തായാലും ഗുരുതരമായൊരു വീഴ്ച ഇതിൽ സംഭവിച്ചിട്ടുണ്ട്. യാത്രക്കാരെ പെരുവഴിയിലാക്കിക്കൊണ്ടാണ് ആ വീഴ്ച ഉണ്ടായിരിക്കുന്നത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി കേരള നിയമസഭ. വളഞ്ഞ വഴിയിലൂടെ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാനാണ് നീക്കം എന്നാണ് പ്രമേയത്തിന്റെ കാതൽ. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്തിരിയണമെന്നും നിയമസഭ പാസാക്കിയ പ്രമേയം ആവശ്യപ്പെടുന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷ മുന്നണികളുടെ വികാരമാണ് നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ പ്രമേയത്തിലൂടെ പ്രതിഫലിച്ചത്. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന വിഷയമായതിനാൽ എതിർപ്പൊന്നും കൂടാതെ പ്രതിപക്ഷം പ്രമേയത്തോട് യോജിച്ചു. വോട്ടർ പട്ടികയിൽ നിന്ന് യുക്തിരഹിതമായ ഒഴിവാക്കലാണ് ബീഹാറിൽ നടന്നത്. അതേ രീതിയാണ് ദേശീയ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമിടുന്നതെന്ന സംശയമുണ്ട്. തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ കേരളം, തമിഴ്നാട്, ബംഗാൾ സംസ്ഥാനങ്ങളിൽ തിടുക്കപ്പെട്ട SIR കൊണ്ടുവരുന്നതിനെ നിഷ്കളങ്കമായി കാണാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം ചൂണ്ടിക്കാട്ടി. പൗരത്വത്തെ മതാധിഷ്ഠിതമാക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തെ ഒടിതട്ടിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നവർ SIR-നെ എങ്ങനെയാണ് ഉപയോഗിക്കുകയെന്നത് ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളിയാണെന്നും പ്രമേയത്തിൽ പറയുന്നുണ്ട്. ബീഹാർ SIR പ്രക്രിയയുടെ ഭരണഘടനാ സാധുത സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ കൂടി തിടുക്കപ്പെട്ട് ഇതേ പ്രക്രിയ കൊണ്ടുവരുന്നതിനെ നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല. മുസ്ലിം ലീഗ് MLA-മാരായ N. ഷംസുദ്ദീൻ, നജീബ് കാന്തപുരം, കുറക്കോളി മൊയ്തീൻ, കോൺഗ്രസ് MLA-മാരായ PC വിഷ്ണുനാഥ്, T. സിദ്ദിഖ് എന്നിവർ പ്രമേയത്തിന്മേൽ ഭേദഗതികൾ അവതരിപ്പിച്ചു. ഈ 4ാമത്തെ ഖണ്ഡികയിലെ വോട്ടറാവൂ എന്ന് നിഷ്കർഷയുണ്ട് എന്നതിന് ശേഷം വോട്ടറാകുന്നതിനായി സമർപ്പിക്കേണ്ട അനുബന്ധ രേഖകളിൽ റേഷൻ കാർഡ് പോലും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് ചേർക്കണം എന്നതാണ് എൻ്റെ അമെൻമെന്റ്. N. ഷംസുദ്ദീൻ അവതരിപ്പിച്ച 2 ഭേദഗതികൾ മുഖ്യമന്ത്രി അംഗീകരിച്ചു. പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് നിയമസഭ പ്രമേയം പാസാക്കിയത്. 24 തിരുവനന്തപുരം. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. നികുതി പിരിവിൽ സർക്കാർ പരാജയം എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും വികസന കാര്യങ്ങളിൽ മുടക്കം വരുത്തിയിട്ടില്ല എന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് SC/ST വിദ്യാർത്ഥികളുടെ സ്വർണ്ണ മെഡൽ ഇനത്തിൽ 10,000 പവൻ സർക്കാർ തടഞ്ഞുവച്ചിരിക്കുകയാണെന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച മാത്യു കുഴൽനാടൻ ആരോപിച്ചു. നിയമസഭയുടെ നടപ്പ് സമ്മേളനത്തിലെ 4ാം അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു വിഷയം. ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞ സാമ്പത്തിക ടേക്ക് ഓഫ് അഹമ്മദാബാദിൽ കൂപ്പുകുത്തിയ എയർ ഇന്ത്യ വിമാനം പോലെയാണെന്നായിരുന്നു പ്രമേയ അവതാരകനായ മാത്യു കുഴൽനാടൻ്റെ ആക്ഷേപം. SC/ST വിഭാഗങ്ങളുടെ സ്വർണ്ണ മെഡൽ പിടിച്ചുവച്ചിരിക്കുന്നതാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ തെളിവെന്നും മാത്യു കുഴൽനാടൻ ചൂണ്ടിക്കാട്ടി. ഓണക്കാല ചെലവുകൾ സുഭിക്ഷമായി കടന്നുപോയി എന്നതായിരുന്നു ഭരണപക്ഷത്തിന്റെ മുഖ്യ പ്രതിരോധം. ഉത്സവത്തെ കൂട്ടിയതും ക്ഷേമപെൻഷൻ കുടിശ്ശിക നൽകിയതും ഭരണപക്ഷം ഉയർത്തിക്കാട്ടി. സർക്കാർ പ്രതിസന്ധിയിലെന്ന് പറയുമ്പോൾ കരാറുകാർ അടക്കം എല്ലാവർക്കും കുടിശ്ശികയാണ്.
ഇത് പൊളിഞ്ഞ തറവാട്ടിലെ അവസ്ഥയാണെന്നായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പരിഹാസം. പൊളിഞ്ഞ തറവാട്ടുകാരെ പണിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേനി പറയും ചെയ്യും, ഒന്നിനൊട്ട് കാശ്. നികുതി പിരിവിലെ വീഴ്ച, ധനമാന്യമന്റിലെ പരാജയം എന്നിവയിലൂന്നിയായിരുന്നു പ്രതിപക്ഷ നേതാവ് ചർച്ച ഉപസംഹരിച്ചത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇതുപോലെ പരാജയപ്പെട്ട ഒരു സർക്കാർ ഈ ചരിത്രത്തിൽ കേരളത്തിനുണ്ടായി. വെറുതെ വാചകമടിച്ചു പോകുകയല്ല സർക്കാർ ചെയ്തതെന്നും അതിന് തെളിവായി വിഴിഞ്ഞം തുറമുഖ അടക്കമുള്ള പദ്ധതികൾ ഇവിടെയുണ്ടെന്നും ധനമന്ത്രി തിരിച്ചടിച്ചു. സാർ, ഈ ബുദ്ധിമുട്ടെല്ലാം ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് എവിടെയാ സാർ അടിസ്ഥാന സൗകര്യത്തിനുൾപ്പെടെ വിഴിഞ്ഞം തുറമുഖം ഈ സർക്കാർ അല്ലായിരുന്നെങ്കിൽ വിഴിഞ്ഞം എന്ന് പറയുന്ന തുറമുഖം കേരളത്തിൽ ഉണ്ടാകുമായിരുന്നോ സാർ? അടിയന്തര പ്രമേയ ചർച്ച പതിവായപ്പോൾ അതിന്റെ ഗൗരവം ചോരുന്നുവെന്ന് സംശയിക്കാവുന്നതായിരുന്നു സഭാതലത്തിലെ ഇന്നത്തെ കാഴ്ചകൾ. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെപ്പറ്റി ചർച്ച നടക്കുമ്പോൾ ഭരണ പ്രതിപക്ഷ ബെഞ്ചുകൾ പലപ്പോഴും ഒഴിഞ്ഞുകിടന്നു. ഇരുപക്ഷത്തും ചർച്ച കേൾക്കാൻ ആളില്ലെന്ന് സ്പീക്കറും പരാതിപ്പെട്ടു. 24 തിരുവനന്തപുരം. സംഘടനാ പ്രശ്നങ്ങൾ ഒഴിയാതെ വയനാട് മുള്ളൻകൊല്ലിയിലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി വാർഡ് പ്രസിഡന്റ് തങ്കച്ചൻ കാനാട്ടുമല്ല രംഗത്തെത്തി. തന്നെ കള്ളക്കേസിൽപ്പെടുത്തി ജയിലിലടച്ചവരെ ഒരു വിഭാഗം സംരക്ഷിക്കുന്നുവെന്ന് തങ്കച്ചൻ ആരോപിച്ചു. ഡിവൈഎസ്പിയിലേക്ക് അന്വേഷണം മാറ്റിയ ശേഷം രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് വ്യക്തമായ സംശയമുണ്ട്. കാരണം ഇപ്പോൾ അന്വേഷണം തീരെ മന്ദഗതിയിലാണ്, യാതൊരു പുരോഗതിയുമില്ല. അനീഷ് മാമ്പള്ളി എന്ന് പറഞ്ഞ ആ ഒന്നാം പ്രതിയായ വ്യക്തിയെ ഇതുവരെ കേരള പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായോ എന്നൊരു സംശയമുണ്ട്. ഗൂഢാലോചനയിൽ ഇതിൽ മുന്തിയവരുണ്ട്, അതുകൊണ്ട് അവരുടെ സംരക്ഷണയിലാണ് അനീഷ് മാമ്പള്ളി ഉള്ളതെന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. KPCC പ്രസിഡന്റ് ബഹുമാന്യനായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് വരെ എൻ്റെ വീട്ടിൽ വന്നു. പക്ഷേ വയനാട് DCC നേതൃത്വം ആരും വന്നിട്ടില്ല. അപ്പോൾ അത് ഇവരുടെ ഒളിച്ചുകളി, ഗൂഢാലോചന എന്നത് വ്യക്തമായി തെളിയിക്കുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികൾ ഉന്നതരാണ്. വിഭാഗീയത മുള്ളൻകൊല്ലിയിലെ പാർട്ടിയെ ഇല്ലാതാക്കുമെന്നും തങ്കച്ചൻ പറഞ്ഞു. മുള്ളൻകൊല്ലി കോൺഗ്രസിൽ ശക്തമായ നല്ലൊരു മുള്ളൻകൊല്ലി കോൺഗ്രസിൻ്റെ ഉള്ളൊരു ക്യാൻസർ പിടിപെട്ടിട്ടുണ്ട്. ആ ക്യാൻസറിനെയാണ് ഞങ്ങൾ തെളിച്ച് കാണിച്ചു തന്നിരിക്കുന്നത്. ആ ക്യാൻസറിനെ മുറിച്ച് മാറ്റാതെ മുള്ളൻകൊല്ലി കോൺഗ്രസ് രക്ഷപ്പെടില്ല. ആ ക്യാൻസർ മൂടി വെച്ചുകൊണ്ട് നിങ്ങൾ തൊലിപ്പുറത്തെ പാണ്ടിന് വേണ്ടി ചികിത്സിക്കേണ്ട എന്നുള്ള കാര്യം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. ഇപ്പോൾ തൊലിപ്പുറത്തെ പാണ്ടിന് മരുന്ന് തേച്ച് പ്രശ്നങ്ങളെല്ലാം തീർത്തു എന്ന് പറഞ്ഞ് ആ ക്യാൻസറിനെ മൂടി വെച്ചിരിക്കുകയാണ്. ഇത് ഈ പാർട്ടീനെയും കൊണ്ടേ പോകുള്ളൂ. ആ ക്യാൻസർ ഇതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഈ പാർട്ടിയും കൊണ്ട് നശിപ്പിച്ചേ കൊണ്ടുപോകും. ക്യാൻസർ അനീഷ് എന്നല്ല, ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരെല്ലാം ക്യാൻസറിൻ്റെ ഭാഗങ്ങളാണ്. ഓരോരോ അവയവത്തിന് പിടിച്ച ക്യാൻസറാണ്. 24 പ്രൈം ടൈം ബ്രേക്കിങ്ങിന്റെ വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുകയാണ്. സുർജിത്ത്, ഈ വിഭാഗീയതയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം അത് ജില്ലയിലെ കോൺഗ്രസിനെ ആകെ പിടിച്ചുലയ്ക്കുന്ന നിലയിലേക്ക് അതിൻ്റെ അനുരണനങ്ങൾ പോകുന്നത് നമ്മൾ കണ്ടതാണ്. പല വിഷയങ്ങളിലായി അതിൽ തന്നെ പ്രധാനപ്പെട്ടതായിരുന്നു ഈ തങ്കച്ചനെ കള്ളക്കേസിൽ കുടുക്കി 17 ദിവസം ജയിലിലടച്ചു. പിന്നീട് നിരപരാധിയാണ് എന്ന് കണ്ട് പുറത്തേക്ക് ഇറങ്ങിയ സാഹചര്യമൊക്കെ, അതിനൊക്കെ പിന്നിൽ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യമുണ്ട്, അവരുടെ ഗൂഢാലോചനയുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ശക്തമായി നിലനിൽക്കുന്നതിനിടയിലാണ് തങ്കച്ചൻ ഇക്കാര്യങ്ങൾ കൂടി വിശദീകരിക്കുന്നത്. എന്താണ് അദ്ദേഹം പറയുന്നത്? പാർട്ടി ഈ വിവാദങ്ങളിൽ എന്തെങ്കിലും പുതിയ നീക്കങ്ങൾ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടോ സുർജിത്ത്? റിജിത്ത്, മുള്ളൻകൊല്ലിയിലെ സംഘടനാ പ്രശ്നങ്ങൾ അവസാനിച്ചു എന്നുള്ളതാണ് നേതൃത്വം വ്യക്തമാക്കിയ കാര്യം. ഇതിനായി 2 അംഗ സമിതിയെ KPCC നിയോഗിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പുതിയൊരു അഡ്ഹോക് കമ്മിറ്റിക്കാണ് നിലവിൽ രൂപം നൽകിയിരിക്കുന്നത്. അതായത് മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ട ശേഷം ഒരു അഡ്ഹോക് കമ്മിറ്റിക്കാണ് രൂപം നൽകിയിരിക്കുന്നത്. ഇത് നേരത്തെ മുൻ DCC പ്രസിഡന്റായിരുന്ന ND അപ്പച്ചന് നേരെ ഒരു ആക്രമണ ശ്രമം, അതിന്റെ തുടർച്ചയായുണ്ടായ സംഭവവികാസങ്ങൾ, ഇതെല്ലാം തന്നെ പാർട്ടിയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഒരു ജനപ്രതിനിധി ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയതാണ്. ഇതിന് തൊട്ട് മുമ്പാണ് ഇങ്ങനെ ഒരാളെ, അതായത് വാർഡ് പ്രസിഡന്റിനെ കള്ളക്കേസിൽ കുടുക്കിയ ഒരു ശ്രമം കൂടി ഉണ്ടായിട്ടുള്ളത്. അത് കഴിഞ്ഞ് അതിനുശേഷം പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് കാര്യമായ അന്വേഷണ പുരോഗതിയില്ല എന്നുള്ളതാണ് ഈ ജയിലിലടക്കപ്പെട്ട കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റായിട്ടുള്ള തങ്കച്ചന്റെ ആക്ഷേപം. അദ്ദേഹം അത് തുറന്ന് പറയുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് ബ്ലോക്ക് കോൺഗ്രസ് മീനങ്ങാടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ അനീഷ് മാമ്പള്ളിക്കെതിരെയാണ്. അദ്ദേഹത്തിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടും അങ്ങനെ പിടികൂടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോലീസ് എത്തുന്നില്ല. അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ള ആരോപണമാണ് തങ്കച്ചൻ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തി. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കൾ, DCC പ്രസിഡന്റായിരുന്ന പ്രസിഡന്റും ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റും തന്നെ കാണാൻ എത്തിയിട്ടില്ല എന്നുള്ള ഒരു ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഈ ഗൂഢാലോചന നടത്തിയ ഇതുമായി ബന്ധപ്പെട്ടുള്ള അതുകൊണ്ടാണ് ഇത്തരത്തിൽ വരാൻ പോലും തയ്യാറാകാത്തെന്നുള്ള ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഈ അനീഷ് മാമ്പള്ളിയെ പിടികൂടിയാൽ ചില ഉന്നത നേതാക്കളുമായി ബന്ധപ്പെട്ട ചില രേഖകൾ അനീഷിന്റെ കൈവശമുണ്ട് എന്നാണ് കരുതുന്നത്. ആ രേഖകൾ പുറത്തു വരുമെന്നുള്ള
എന്നുള്ള ആശങ്കയാണ് ഇവർക്കുള്ളത്. മുള്ളംകൊല്ലിയിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ക്യാൻസർ ബാധയാണ്, അതിന് തൊലിപ്പുറത്തെ ചികിത്സയല്ല വേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അത് കൃത്യമായ രീതിയിൽ തന്നെ ക്യാൻസർ മുറിച്ചു മാറണമെന്നുള്ള കാര്യമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ഇതിൽ അതായത് നിലവിൽ KPC നിയോഗിച്ച DCC നേതൃത്വത്തിൽ ഇത് വിഷയം പരിഹരിച്ചു എന്ന് പറയുന്ന ആ വിഷയം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനൊരു പ്രതികരണം വാർഡ് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിവരം പുറത്തു വരുന്നുണ്ട്. ശബരിമലയിലെ തിരുവാഭരണം രജിസ്റ്റർ ഉൾപ്പെടെയുള്ള രേഖകളുടെ പരിശോധന അതിന് വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയെ ചുമതലപ്പെടുത്തണം എന്നുള്ള കാര്യം നേരത്തെ കോടതി വ്യക്തമാക്കിയിരുന്നു. അതിന്റെ ഭാഗമായി ജസ്റ്റിസ് KT ശങ്കരൻ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തും എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, ഈ കോടതി പല കാര്യങ്ങളിലും ദുരൂഹത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ സമഗ്രമായ അന്വേഷണം വേണം, പരിശോധന വേണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. റിട്ടയർഡ് ജഡ്ജി എന്നുള്ള നിലയിൽ ജസ്റ്റിസ് KT ശങ്കരനായിരിക്കും ഇതിന് ഈ അന്വേഷണം നടത്തുക എന്നതാണ് പുറത്തു വരുന്ന വിവരം. വിശദാംശങ്ങൾ എന്താണ് വിഷ്ണു? ഇന്ന് രാവിലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അതിൽ ഏറ്റവും ഒടുവിൽ കോടതി പറഞ്ഞത് ഈ സ്ട്രോങ് റൂമിൽ, ശബരിമല സ്ട്രോങ് റൂമിലെ എല്ലാ വസ്തുക്കളുടെയും കണക്ക് മൂല്യശേഖരണമൊക്കെ നടത്തണമെന്നാണ്. അതൊരു കോടതി നേരത്തെ പറഞ്ഞത് ഒരു ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ, മുൻ ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ നടത്തണമെന്നാണ്. പക്ഷേ നിലവിൽ ഒരു മുൻ ഹൈക്കോടതി ജഡ്ജിയെ തന്നെ ഹൈക്കോടതി ഇതിനുവേണ്ടി നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഉത്തരവാദിത്വം നിർവഹിക്കുക മുൻ ജസ്റ്റിസായ KT ശങ്കരനാണ്. അദ്ദേഹത്തോട് അന്വേഷിച്ച റിപ്പോർട്ട് ഹൈക്കോടതിയിൽ എത്രയും വേഗം സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ സ്ട്രോങ് റൂമിലടക്കമുള്ള രജിസ്റ്ററുകളുടെ കാര്യത്തിൽ ഹൈക്കോടതി അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. 1999 മുതലുള്ള രേഖകൾ, രജിസ്റ്ററുകൾ അതിൽ കൃത്യമല്ല എന്നാണ് ഹൈക്കോടതിയുടെ ഒരു വിലയിരുത്തൽ. ആ പശ്ചാത്തലത്തിലാണ് സമഗ്രമായ പരിശോധന നടത്താൻ, അതിനകത്ത് ഒരുപാട് വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ട്, സ്വർണമുണ്ട്, ചെറിയ ചെറിയ വസ്തുക്കളുണ്ട്, എല്ലാം ഇഴകീറി പരിശോധിച്ച് അതിന്റെ മൂല്യം തിട്ടപ്പെടുത്തി കണക്കെടുത്ത് റിപ്പോർട്ടായി ഹൈക്കോടതിക്ക് സമർപ്പിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ ദ്വാരപാലക സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് കൂടി അല്ലെങ്കിൽ പരിശോധനയിലേക്ക് കൂടി പോകാൻ ദേവസ്വം ബെഞ്ചിനെ നിർബന്ധിതമാക്കിയിരിക്കുന്ന ആ പശ്ചാത്തലത്തിലാണ് KT ശങ്കരനെ നിയമിച്ചിരിക്കുന്നത്. അദ്ദേഹം അവിടെ എത്തി അതെല്ലാം വിശദമായി പരിശോധിക്കും. അങ്ങേയറ്റം രഹസ്യാത്മക സ്വഭാവം ഇതിനുണ്ടാകണം എന്നുകൂടിയാണ് ഹൈക്കോടതി വിഷയവുമായി വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിൽ തന്നെ ഈ സ്വർണ്ണപ്പാളി വിവാദവും പീഠം കാണാനില്ല എന്ന് സ്പോൺസർ തന്നെ പറയുന്നതും, പിന്നീട് സ്പോൺസറുടെ ബന്ധുവീട്ടിൽ നിന്ന് തന്നെ അത് കണ്ടെത്തുന്നതും, തൂക്കക്കുറവും, ഇത് മഹസറിൽ രേഖപ്പെടുത്തിയില്ല എന്നടക്കമുള്ള കണ്ടെത്തലുകളും, അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരം കിട്ടേണ്ടതുണ്ട്. പ്രധാനമാണ് ഈ അന്വേഷണം. ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി തുടർ നടപടികളിലേക്ക് കടക്കും. വിഷ്ണു, നിലവിൽ ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ, ദുരൂഹതകളൊക്കെ ഇപ്പോൾ ഉടലെടുത്ത് വന്നിട്ടുണ്ട്. അതിന്റെ തൂക്കവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം നിലനിൽക്കുന്നുണ്ട്. ഈ സ്പോൺസറുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹത നിലനിൽക്കുന്നു. ഈ ദ്വാരപാലക സ്വർണ്ണപ്പാളികൾ എന്തുകൊണ്ടാണ് അത് തിരികെ എത്തിച്ച ഘട്ടത്തിൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്താതിരുന്നത്, മെഹസർ രേഖപ്പെടുത്താതിരുന്നത്, അങ്ങനെ ഒട്ടനവധി സംശയങ്ങൾ നിലനിൽക്കുന്നു. സ്ട്രോങ് റൂം പരിശോധിച്ചപ്പോൾ നേരത്തെ കോടതിയിൽ പറഞ്ഞതനുസരിച്ച് മറ്റൊരു സെറ്റ് സ്വർണ്ണപ്പാളി കൂടി ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ സ്ട്രോങ് റൂം പരിശോധിച്ചപ്പോൾ അത് കണ്ടെത്താനായില്ല എന്നൊക്കെയുള്ള നിരീക്ഷണങ്ങളൊക്കെ ഉണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി തന്നെ നേരിട്ടിടപെട്ട് ഒരു ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ അവിടെ പരിശോധിച്ച് വേണ്ട റിപ്പോർട്ട് തയ്യാറാക്കി കണക്ക് തിട്ടപ്പെടുത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ റിപ്പോർട്ട് ഏറെ നിർണായകമായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം നിലവിൽ ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ ഈ സ്പോൺസറും ഒക്കെ സംശയത്തിന്റെ നിഴലിലാണ്. അതുകൊണ്ട് അത് സാധൂകരിക്കുന്നതിന് വേണ്ടി ഈ അന്വേഷണ റിപ്പോർട്ട് ഏറെ ഗുണം ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാകുന്നത്. അദ്ദേഹം എപ്പോഴാണ് അങ്ങോട്ടേക്ക് എത്തുന്നത് എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല. എന്നാൽ പോലും അടിയന്തര സ്വഭാവമുള്ളൊരു പരിശോധനയാണ് നടക്കുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. ഒരുപക്ഷെ ഈ രജിസ്റ്ററുകൾ സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് തന്നെ ഹൈക്കോടതി പുറത്തിറക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രമേൽ അതൃപ്തി ഈ രജിസ്റ്ററുകൾ കൃത്യമായി സൂക്ഷിക്കാത്തതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഇന്ന് രേഖപ്പെടുത്തിയിരുന്നു. അത് ചില കാര്യങ്ങൾ വെളിച്ചത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണോ ഇത്തരത്തിൽ കൃത്യമായി രേഖപ്പെടുത്താത്തത് എന്ന് പോലുമുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ ഈ റിപ്പോർട്ടിൽ ലഭിക്കുന്നതനുസരിച്ച് അതിലടക്കം ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിരൂക്ഷ വിമർശനം ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി എല്ലാ ഘട്ടവും ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെയും സ്പോൺസർക്കെതിരെയൊക്കെ ഉന്നയിച്ചിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ
പുതിയ ജസ്റ്റിസിനെ നിയമിച്ചുകൊണ്ടുള്ള ശരി, വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഒരുപാട് സംശയങ്ങൾ, ദുരൂഹത ഈ വിവാദവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടതിന് പിന്നാലെയാണ് സമഗ്രമായ പരിശോധന വേണം എന്ന നിലപാടിലേക്ക് ഹൈക്കോടതി പോയത്. ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളി വിവാദത്തിലോ സ്വർണ്ണപീഠ വിവാദത്തിലോ മാത്രമല്ല മറ്റു കാര്യങ്ങളിലുമൊക്കെ ഈ ശബരിമലയിലെ തിരുവാഭരണം രജിസ്റ്റർ ഉൾപ്പെടെയുള്ള രേഖകളുടെ അടക്കം പരിശോധന നടത്തണം എന്നുള്ള സുപ്രധാനമായ ഇടപെടലിലൂടെ ഒരു നിർദ്ദേശം ഹൈക്കോടതി നൽകിയത്. നേരത്തെ വിരമിച്ച ജില്ലാ ജഡ്ജി എന്നായിരുന്നു കോടതി നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ഇവിടെ വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയെ തന്നെ അന്വേഷണത്തിന് നിയോഗിച്ചിരിക്കുകയാണ്. ജസ്റ്റിസ് KT ശങ്കരനായിരിക്കും ഇത് അന്വേഷിക്കുക. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ഓടാത്ത ബസ്സിന് ഓൺലൈൻ ബുക്കിംഗ്. കണ്ണൂർ ഡിപ്പോയിൽ യാത്രക്കാരെ പെരുവഴിയിൽ നിർത്തി KSRTC. 7:15 തിരുവനന്തപുരത്തേക്ക് പുറപ്പെടേണ്ട ബസ് ഇല്ല എന്നറിയിച്ചത് യാത്രക്കാർ ഡിപ്പോയിൽ എത്തിയപ്പോഴാണ്. ഒരു പ്രതികരണം ലഭ്യമാവുന്നു. ആദ്യം അതിലേക്ക്. KSRTC വെബ്സൈറ്റിൽ നിന്ന് ബുക്ക് ചെയ്തത്, പക്ഷേ ഇവിടെ വന്നപ്പോൾ 7:15 വണ്ടി എവിടെയാണെന്ന് പോലും ഇവർക്ക് അറിയില്ല. അതിന് ട്രാക്ക് ചെയ്യാൻ ഒരു സംവിധാനവും ഇല്ല. ഇവര് തിരുവനന്തപുരത്തേക്ക് വിളിച്ചു, എല്ലായിടത്തേക്കും വിളിച്ചു, ഒരു സ്ഥലത്ത് വണ്ടി എവിടെയാണെന്ന് അറിയില്ല. ഒരു വോൾവോ ബസ് കാണാനില്ല എന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. അതായത് പിന്നെ ഇവർക്ക് ഒരു ഓൾട്ടർനേറ്റ് അറേഞ്ച്മെന്റും ഇല്ല വേറെ വണ്ടി റെഡിയാക്കാനായിട്ട്. ഇവിടെ വന്നിട്ട് ഇവർക്ക് ആർക്കും ഇങ്ങനെ ഒരു ബസ്സിനെ പറ്റി അറിയില്ല എന്ന് പറഞ്ഞത്. 7:15 ഇങ്ങനെ ഒരു വണ്ടിയുള്ള കാര്യം ഇവർക്ക് ആർക്കും അറിയില്ല എന്ന് പറയുന്നത്. അറേഞ്ച് ചെയ്തരാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 1.5 മണിക്കൂറായി ഇതുവരെ വണ്ടി അറേഞ്ച് ചെയ്തിട്ടില്ല. നമുക്ക് പോകാൻ വേണ്ടി ചെയ്തു. ഞാൻ സ്വിഫ്റ്റിന്റെ വെബ്സൈറ്റിൽ നിന്ന് ഡയറക്റ്റ് ബുക്ക് ചെയ്തു. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. അരുൺ, ഈ യാത്രക്കാരിൽ നിന്ന് ബുക്കിംഗ് എടുത്തു, പക്ഷേ ഈ യാത്രക്കാരെത്തിയപ്പോൾ പോകാൻ വാഹനമില്ല. എന്താണ് സംഭവിച്ചത്? KSRTC എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്? പകരം സംവിധാനം ഒരുക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ യാത്രക്കാരെ പെരുവഴിയിലാക്കുന്ന നടപടിയാണല്ലോ ഉണ്ടായത്. അരുൺ പൂപ്പറമ്പ. റീജിത്ത്, വൈകിട്ട് 7:15 തിരുവനന്തപുരത്തേക്ക് പുറപ്പെടേണ്ട KSRTC സ്വിഫ്റ്റ് വോൾവോ ബസ്സിനാണ് ഈ യാത്രക്കാർ ബുക്ക് ചെയ്തത്. അത് ഓൺലൈനിലൂടെ ബുക്ക് ചെയ്തവരുണ്ട്, അതോടൊപ്പം ഈ KSRTC കണ്ണൂർ ഡിപ്പോയിൽ നേരിട്ടെത്തി ബുക്ക് ചെയ്തവരുണ്ട്. അത് തിരുവനന്തപുരത്തേക്ക് മാത്രമല്ല എറണാകുളം, തൃശൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ട ആ യാത്രക്കാർ ഇവിടെ കണ്ണൂർ ഡിപ്പോയിൽ വന്നിരുന്നു. 7:15 പുറപ്പെടേണ്ട ബസ്സാണ്, വോൾവോ ബസ്സാണ്. അത് പ്രതീക്ഷിച്ചാണ് യാത്രക്കാർ കണ്ണൂർ ഡിപ്പോയിലേക്ക് എത്തിയത്. പക്ഷേ ഈ ഡിപ്പോയിൽ എത്തിയതിനു ശേഷം ആണ് അങ്ങനെ ഒരു ബസ് ഇന്നില്ല, സർവീസ് ഇല്ല എന്ന കാര്യം യാത്രക്കാരെ അറിയിച്ചത്. ആദ്യഘട്ടത്തിൽ ഡിപ്പോയിൽ നിന്ന് കൃത്യമായ മറുപടിയോ വ്യക്തതയുള്ള ഒരു കാര്യമോ പറഞ്ഞില്ല എന്ന പരാതിയും യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അതായത് പകരം സർവീസ് ഉണ്ടാകുമോ എന്ന കാര്യത്തിലൊന്നും ആദ്യം അവരുടെ ഭാഗത്തുനിന്ന് KSRTC ഡിപ്പോയുടെ ഭാഗത്തുനിന്ന് മറുപടി ഉണ്ടായില്ല. പിന്നീട് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്ക് വന്ന് കണ്ണൂരിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തേണ്ട ബസ്സാണ്. പക്ഷെ അത് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്ക് വന്നിട്ടില്ല എന്ന മറുപടിയാണ് ഇവർക്ക് ലഭിച്ചത്. പകരം സംവിധാനം അവർക്ക് ഒരുക്കി നൽകുമെന്ന് പറഞ്ഞത് 1.5 മണിക്കൂറിന് ശേഷമാണ്. 1.5 മണിക്കൂർ സമയം ഇവർക്ക് കൃത്യമായ ഒരു മറുപടി ലഭിക്കാതെ ഡിപ്പോയിൽ വന്ന്, അതായത് പല അത്യാവശ്യങ്ങൾക്കും ഒക്കെയായി യാത്ര ചെയ്യേണ്ട യാത്രക്കാരാണ് ഇങ്ങനെ പെരുവഴിയിലായത്. എന്തായാലും ഇപ്പോൾ പകരം സംവിധാനമായി KSRTC ഒരുക്കിയിട്ടുള്ളത് കോഴിക്കോട് വരെ ഒരു ജനറൽ ബസ്, ഇവർ വോൾവോ ബസ്സിലാണ് ബുക്ക് ചെയ്തത്. കോഴിക്കോട് വരെ ഒരു ജനറൽ ബസ്സിൽ ഇപ്പോൾ അവർക്ക് ഒരുക്കി നൽകിയിട്ടുണ്ട്. അതിനുശേഷം അവിടുന്ന് മറ്റൊരു സംവിധാനം ഒരുക്കും എന്നതാണ് ഇപ്പോൾ. ശരി, അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്. യാത്രക്കാരെത്തിയപ്പോൾ ബസ്സില്ല, പിന്നീട് 1 മണിക്കൂറിന് ശേഷമാണ് പകരം സംവിധാനം ഒരുക്കാം എന്നുള്ള കാര്യം KSRTC അറിയിച്ചിരിക്കുന്നത്. ലഡാക്ക് സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വഴിമുട്ടുകയാണ്. കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചയിൽ നിന്ന് കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും പിന്മാറി എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെ ലേ അപെക്സ് ബോഡിയും ചർച്ചയിൽ നിന്ന് പിന്മാറിയിരുന്നു. ഇതോടുകൂടി ചർച്ച വഴിമുട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നൊരു അപ്ഡേറ്റാണത്. അസിസ്റ്റന്റ് സെക്രട്ടറി തെരഞ്ഞെടുപ്പിനെ ചൊല്ലി CPI സംസ്ഥാന നേതൃത്വത്തിൽ ഭിന്നത. R. രാജേന്ദ്രനെ അസിസ്റ്റന്റ് സെക്രട്ടറിയായി പരിഗണിക്കുന്നതിൽ എതിർപ്പുമായി കൊല്ലം ജില്ലാ സെക്രട്ടറി PS സുപാൽ രംഗത്തെത്തി. മുല്ലക്കര രത്നാകരനെ പരിഗണിക്കണം എന്നാണ് ആവശ്യം. ബിനോയ് വിശ്വത്തെ വിമർശിച്ച കമല സദാനന്ദനെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നിന്ന് ഒഴിവാക്കും. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെയും അസിസ്റ്റന്റ് സെക്രട്ടറിമാരുടെയും തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം ബാക്കി നിൽക്കെ CPI സംസ്ഥാന ഘടകത്തിൽ വൻ നീക്കങ്ങളാണ് നടക്കുന്നത്. 2 അസിസ്റ്റന്റ് സെക്രട്ടറിമാരാണ് CPI സംസ്ഥാന ഘടകത്തിലുണ്ടാവുക. നിലവിലുള്ള അസിസ്റ്റന്റ് സെക്രട്ടറിമാരിൽ ഒരാളായ PP സുനീർ തുടരുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. രാജ്യസഭാംഗമാണ് എന്നത് മാത്രമാണ് സുനീറിന്റെ പ്രതികൂല ഘടകം. രണ്ടാമത്തെ അസിസ്റ്റന്റ് സെക്രട്ടറി ചൊല്ലിയാണ് തർക്കം മുറുകുന്നത്. കൊല്ലത്തു നിന്നുള്ള R. രാജേന്ദ്രനെയാണ് അസിസ്റ്റന്റ് സെക്രട്ടറിയായി പരിഗണിക്കുന്നത്. ജില്ലാ സെക്രട്ടറി, ദേശീയ കൗൺസിൽ അംഗം എന്നീ പദവികൾ നൽകാതെ തഴഞ്ഞ R. രാജേന്ദ്രന് ഇത്തവണ അസിസ്റ്റന്റ് സെക്രട്ടറി സ്ഥാനം നൽകണമെന്ന് സംസ്ഥാന നേതൃത്വത്തിന് താൽപ്പര്യമുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ ജില്ലാ നേതൃത്വം ഇതിനെ ശക്തമായി എതിർക്കുകയാണ്. R. രാജേന്ദ്രനെ അസിസ്റ്റന്റ് സെക്രട്ടറിയാക്കാൻ പാടില്ലെന്ന് കൊല്ലം ജില്ലാ സെക്രട്ടറി PS സുപാൽ സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. മുൻമന്ത്രി മുല്ലക്കര രത്നാകരനാണ് കൊല്ലം നേതൃത്വം മുന്നോട്ട് വെക്കുന്ന ബദൽ പേര്. സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ആരെയൊക്കെ ഉൾപ്പെടുത്തുമെന്നതിനെ ചൊല്ലിയും തർക്കവിതർക്കങ്ങളുണ്ട്.
21 എക്സിക്യൂട്ടീവിൽ നിലവിൽ 4 ഒഴിവുകളാണുള്ളത്. ഇതിലേക്ക് KP സുരേഷ് രാജ്, KK വത്സരാജ്, TT ആഞ്ചലോസ്, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ എന്നിവരെ ഉൾപ്പെടുത്തും. സുരേഷ് രാജും വത്സരാജും ആഞ്ചലോസും സ്ഥാനമൊഴിഞ്ഞ ജില്ലാ സെക്രട്ടറിമാരാണ്. കിസാൻ മസ്ദൂർ യൂണിയൻ നേതാവാണ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ. ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ KP രാജേന്ദ്രൻ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നിന്ന് ഒഴിവാകും. സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വത്തിനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ കമലാ സദാനന്ദനെയും എക്സിക്യൂട്ടീവിൽ നിന്ന് ഒഴിവാക്കും. കോട്ടയത്തു നിന്നുള്ള K ശശിധരനും ഒഴിവാക്കപ്പെട്ടേക്കും. ഈ ഒഴിവുകളിലേക്ക് VS സുനിൽകുമാർ, TT ജിസ്മോൻ, R ലതാദേവി എന്നിവരെയാണ് പരിഗണിക്കുന്നത്. LDF യോഗത്തിലുള്ള പ്രതിനിധികളെയും ബുധനാഴ്ച ചേരുന്ന സംസ്ഥാന കൗൺസിലിൽ നിശ്ചയിക്കും. R ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. ഉദ്ഘാടനം കഴിഞ്ഞിട്ടും പ്രവർത്തനം ആരംഭിക്കാത്ത തൊടുപുഴ ബസ് സ്റ്റാൻഡ് ലഹരി സംഘത്തിന്റെ കേന്ദ്രം. പരിസരത്ത് നിന്ന് ഉപേക്ഷിച്ച സിറിഞ്ചുകളും മരുന്നുകളും കണ്ടെത്തി 24 വാർത്താ സംഘം. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ലഭിക്കാത്ത മരുന്നുകളുടെ ബോട്ടിലുകളും കണ്ടെത്തിയിട്ടുണ്ട്. രാപകൽ ഭേദമില്ലാതെ ലഹരി സംഘം ബസ് സ്റ്റാൻഡ് താവളമാക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. 24 പ്രൈം ടൈം എക്സ്ക്ലൂസീവ്. വളരെ വൃത്തിഹീനമായിട്ട് പറഞ്ഞാൽ ഇത് കടന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 2-ാം നിലയൊക്കെ ഇപ്പോൾ നിങ്ങൾ വന്ന് കണ്ടപ്പോൾ നിങ്ങൾ കയറി നടക്കാൻ പറ്റുമല്ലോ, ആ രീതിക്ക് ആയേക്കണ കള്ളുകൂടി വിചാരി തന്നെ ഇതിനകത്തുള്ള ഇതെല്ലാം ചെയ്തെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഇവിടെ തന്നെ കടന്ന് എങ്ങനെയാണ് ഇവിടെ കടന്ന സ്ഥലം കണ്ട ഒരു മനുഷ്യൻ കയറി വരും, അത്ര അടയ്ക്കുമായിരുന്നു. പോലീസുകാർ 2-3 പ്രാവശ്യം കയറി വന്ന് ബംഗാളികളെ അടിച്ചോടിച്ചതിനൊക്കെ ശേഷം ഇയാൾ ഇവിടെ നിന്നുകൊണ്ട് നിരന്തരം ഇയാൾ പോലീസുകാരെ വിളിച്ചു വരുത്തി. പോലീസുകാർ വന്ന് അയാളെ അടിച്ചോടിച്ചു. അങ്ങനെ ഓടിച്ചതിന് ശേഷമാണ് ഇത് ഇത്രയും നന്നായിട്ട് കിടക്കുന്നത്. ഇവർക്കെന്നാ കുഴപ്പമുള്ള ഇത് പൊതുജനങ്ങളുടെ സ്വത്തല്ലേ? ഇത് പൊതുജനങ്ങളല്ലേ ഈ സ്വത്ത്? ഇത് ഇവർക്കൊല്ലം മുടക്കുമല്ലോ ഉള്ളൂ. ഇവർക്ക് മാസാമാസം കൈപ്പറ്റിക്കൊണ്ട് പോയാൽ പോരെ. അതുപോലെ മേടിക്കാൻ പണിയണതിൻ്റെ ഇത് ഈ സാധനം വിടാൻ ഞങ്ങൾ 1 കോടി രൂപ ഈ ടയറിട്ടേക്കണത്. ഈ 1 കോടി രൂപയ്ക്ക് ടയറിട്ടേക്കണം പൊട്ടക്കണ്ണന്മാരിലല്ലേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. 5 ലക്ഷം രൂപ ടാർ ചെയ്യാൻ പാടില്ലേ? അത് ചെയ്താൽ പോരെ. പൊതുജനങ്ങളുടെ കാശിൽ ഇവർക്ക് മുടക്കുമല്ലോ ഉള്ളൂ, ഒന്നുമില്ല. ഒന്നും ചെയ്യല, ഇത് നന്നാകില്ല, ഇത് നന്നാകരുത് എന്നുള്ളത് വിവാദം സംഭവിക്കുന്നില്ല. അതാണ് എൻ്റെ ഉദ്ദേശം. ലാൽകൃഷ്ണൻ വിവരങ്ങളുമായി തൊടുപുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. ലാൽകൃഷ്ണൻ, ഉദ്ഘാടനം കഴിഞ്ഞിട്ടും അത് പ്രവർത്തനം ആരംഭിക്കാതെ ഇപ്പോഴും ആ നിലയിൽ തുടരുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ലഹരി സംഘത്തിന്റെ താവളമായി അത് മാറുന്നു എന്നുള്ള ഗുരുതരമായ ആക്ഷേപങ്ങൾ തെളിവുകൾ സഹിതം നാട്ടുകാർ തന്നെ മുന്നോട്ട് വെക്കുന്നു. നമ്മൾ അവിടെ ചെന്ന് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴും അതുതന്നെയാണ് കാണാൻ കഴിഞ്ഞത്. ദൃശ്യങ്ങളടക്കം ഈ ലഹരി ഉപയോഗത്തിൻ്റെതായ ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാവുന്നില്ലേ ലാൽകൃഷ്ണൻ? റിജിത്ത്, ഉദ്ഘാടനം, പ്രവർത്തനോദ്ഘാടനം തുടങ്ങിയ 3-4 ഉദ്ഘാടനം കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കഴിഞ്ഞ ഒരു ബസ് സ്റ്റാൻഡാണ് തൊടുപുഴ മങ്ങാട്ടുകവലയിലുള്ള മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ്. പക്ഷേ ഇതുവരെ അവിടെ ഒരു പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മൾ ഈ പ്രവർത്തനം ആരംഭിക്കാതെ ഇത്ര ഉദ്ഘാടനം കഴിഞ്ഞിട്ടും ഇതുവരെ പ്രവർത്തനം ആരംഭിക്കാത്തൊരു കെട്ടിടം എന്ന നിലയിൽ ആ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട് അതെടുക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് 1-ാം നിലയിൽ ലഹരി വസ്തുക്കളുടെ വ്യാപകമായ ഉപയോഗം കണ്ടത്. അത് ആദ്യഘട്ടത്തിൽ 2-3 ബിയർ ബോട്ടിലുകളും മദ്യക്കുപ്പികളും സിഗരറ്റ്, ബീഡി തുടങ്ങിയവയായിരുന്നുവെങ്കിൽ പോകെ ആ കെട്ടിടം നമ്മൾ കൂടുതൽ പരിശോധിക്കുന്ന സമയത്താണ് സിറിഞ്ചുകൾ, സൂചികൾ, അതോടൊപ്പം ചില കെമിക്കലുകൾ എന്നിവയെല്ലാം ആ ഭാഗത്ത് കണ്ടെത്തിയത് ഇഞ്ചക്ഷൻ ഉപയോഗിക്കുന്നത്, അതായത് ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ ഇഞ്ചക്ഷന് ലഭിക്കില്ലാത്ത, മരുന്ന് കടയിൽ നിന്ന് ലഭിക്കില്ലാത്ത ചില ബോട്ടിലുകൾ കൂടി അവിടെ നിന്ന് നമ്മൾ കണ്ടു. അത് ശ്രദ്ധയിൽപ്പെട്ടു. അതെടുത്ത് നമ്മൾ വിശദമായി അന്വേഷിക്കുന്ന സമയത്താണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ലഹരിക്ക്, അതായത് രാസലഹരിയോ അല്ലാത്ത ലഹരിയോ ഏതെങ്കിലും ഉപയോഗിച്ചാൽ അതിന് ഇരട്ടി വീര്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഈ ലഹരി പദാർത്ഥം ഉപയോഗിച്ചതിന് ശേഷം നമുക്കുണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകളെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും, അതായത് മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന മരുന്നാണ് എന്ന് കണ്ടെത്തിയത്. ഉടൻ തന്നെ നമ്മൾ സൈക്കോളജിസ്റ്റിനെ സമീപിച്ച സമയത്ത് ഇത്തരം മരുന്നുകൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളാണ് എന്ന കാര്യം കൂടി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ശരി, ലാൽകൃഷ്ണൻ തൊടുപുഴയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. എന്തായാലും പോലീസിന്റെ അടക്കം കർശനമായ ഇടപെടൽ മേഖലയിൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലാൽകൃഷ്ണൻ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ച വൈറ്റ് ഹൌസിൽ ആരംഭിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ ബഹിഷ്കരണവും കൂവലും ഏറ്റുവാങ്ങിയ നെതന്യാഹു ട്രംപുമായി നടത്തുന്ന ഇന്നത്തെ കൂടിക്കാഴ്ചയോടെ ഗസയിൽ വെടിനിർത്തലിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇസ്രായേൽ അംഗീകരിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം. ജിഷ്ണു രവീന്ദ്രൻ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. ജിഷ്ണു, ഗസയിലെങ്ങും വിലാപമാണ് നമുക്കറിയാം. അതിനിടയിൽ ഈ നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ച, അതിൽ സമാധാനത്തിനായൊരു എന്തെങ്കിലും തരത്തിലുള്ള ധാരണകൾ രൂപപ്പെട്ടു വരുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. വൈറ്റ് ഹൗസിലേക്ക് ഇപ്പോൾ നെതന്യാഹു എത്തിയിട്ടുണ്ട്. പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് ജിഷ്ണു? റിജിത്ത്, നോക്കൂ, അതിനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്നലെ ഞായറാഴ്ച ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട്. മധ്യേഷ്യയിൽ ഒരു പുതിയ മാറ്റമുണ്ടാകാൻ പോകുന്നു, ഒരു മഹത്തായ മധ്യേഷ്യ തിരിച്ചു വരാൻ പോകുന്നു, ദർ ഈസ് സംതിങ് സ്പെഷ്യൽ എന്നാണ് അദ്ദേഹം
ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഒരു വെടിനിർത്തലിലേക്ക് എത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷ ഈ ഹോസ്റ്റേജസിനെ, ഈ ബന്ദികളാക്കി വെച്ച ആളുകളെ വിട്ടയക്കുകയാണെങ്കിൽ ഒരു വെടിനിർത്തലിലേക്ക് എത്താനുള്ള സാധ്യത ബെഞ്ചമിൻ നെതന്യാഹുവും നേരത്തെ ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ സംസാരിക്കുന്ന സമയത്ത് സൂചിപ്പിച്ചിരുന്നു. ഈ ഒരു നീക്കത്തിലേക്കാണോ എത്തുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അത് മാത്രമല്ല, ഐക്യരാഷ്ട്ര സഭ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് അറബ് ഇസ്ലാമിക് നേതാക്കളുമായി ട്രംപ് നടത്തിയ ഒരു ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ചയിൽ വെടിനിർത്തൽ കഴിഞ്ഞ് എങ്ങനെ ഗസയെ തിരിച്ചു കൊണ്ടുവരാമെന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നതായി നമുക്ക് വാർത്തകൾ ലഭിച്ചിരുന്നു. 21 പോയിന്റുകൾ അടങ്ങുന്ന ഒരു പ്ലാനാണ്, ഒരു മാർഗനിർദ്ദേശമാണ് ട്രംപ് മുന്നോട്ട് വെച്ചത് എന്ന് മനസ്സിലാക്കുന്നു. ആ മാർഗനിർദ്ദേശം നെതന്യാഹുവും അംഗീകരിക്കുമോ, അങ്ങനെ ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നറിയാൻ കേവലം മണിക്കൂറുകൾ മാത്രമേ നമ്മൾ കാത്തിരിക്കേണ്ടതുള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ശരി, ജിഷ്ണു രവീന്ദ്രൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു നല്ല തീരുമാനമുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഫ്ലവേഴ്സ് സക്കാഫ് പൊന്നോണക്കാഴ്ചയ്ക്ക് ആവേശക്കൊടിയിറക്കം. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന പരിപാടി കാണാൻ ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. കേരളത്തിന് വെളിയിലുള്ള ഏറ്റവും വലിയ ഓണാഘോഷം. അത്തരത്തിലൊരു ഓണാഘോഷത്തിനാണ് ദുബായ് വേദിയായത്. ഫ്ലവേഴ്സ് സക്കാഫ് പൊന്നോണക്കാഴ്ച. രാവിലെ 8 മണിയോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. ജീവിതത്തിലെ ഏറ്റവും ചലനാത്മകവും വർണ്ണശബളവുമായ ഒരു ചരിത്രകാലമാണ് ഓരോരുത്തർക്കും ക്യാമ്പസ് ലൈഫ് എന്ന് പറയുന്നത്. ആ ഓർമ്മകളെ പൂക്കളാക്കി മനസ്സിൽ വിരിയിച്ച് പൂക്കളങ്ങൾ ഇടുന്നു എന്നതാണ് ഈ പൂക്കള മത്സരത്തിന്റെ. നിങ്ങൾ നോക്കൂ, ഓരോ കളങ്ങൾ തന്നെ ഓരോ ക്യാമ്പസുകളാണ്. ആ ഓരോ ക്യാമ്പസുകളുടെയും ഭംഗി ആ ഓരോ കളങ്ങൾക്കുമുണ്ട് എന്നതാണ് വാസ്തവം. ഫ്ലവേഴ്സ് സക്കാഫ് പൊന്നോണക്കാഴ്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം ഇവിടെ ഒരുക്കുന്ന സദ്യ തന്നെയാണ്. ഞങ്ങളിവിടെ 28 ഐറ്റംസ് ഉണ്ട് ഓണസദ്യ. ഞങ്ങൾ ട്രഡീഷണലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ്. ഇപ്പം ഞങ്ങൾ 3000 പേരെയാണ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങളത് വളരെ ഭംഗിയായിട്ട് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി മുനിസിപ്പാലിറ്റിയുടെ കെയർ ഓഫിൽ തന്നെ അത് ചെയ്ത് വളരെ ഭംഗിയാക്കാനാണ് ഞങ്ങളെല്ലാവരെയും കൂടെ ശ്രമിക്കുന്നത്. ഞങ്ങൾ ടീം വർക്കാണ്. അതിഗംഭീര പൂക്കളങ്ങളായിരുന്നു. കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. വൈകിട്ട് നടന്ന സാംസ്കാരിക സദസ്സിൽ ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ, 24 ന്യൂസ് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ, ചലച്ചിത്ര താരം ഷെയ്ൻ നിഗം എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. തുടർന്ന് കെ സരിശങ്കർ, ചിന്മയ് ശ്രീപാദ, സ്റ്റീഫൻ ദേവസി എന്നിവരുടെ നേതൃത്വത്തിലുള്ള ബാൻഡിന്റെ സംഗീത നിശയും ദീപ്തി സതി, പാരീസ് ലക്ഷ്മി എന്നിവരുടെ നൃത്തശില്പവും ആഘോഷത്തിന് മാറ്റുകൂട്ടി. 24 ദുബായ്. ഈ റിപ്പോർട്ടോടെ പ്രൈം ടൈമിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.